ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡയറക്ടറും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ്, പുനർജനി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പേരൂർക്കട, ട്രിവാൻഡ്രം. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മനോരഥത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ, ഞാൻ റോഷ്നിയാണ്. ആരാണ്? റോഷ്നി. റോഷ്നി, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. റോഷ്നി പറഞ്ഞോ. പറഞ്ഞോ. ഡോക്ടർ, ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. കുട്ടികൾ ഇല്ല. അപ്പം ഈ പീരിയഡ്സ് ആവുമ്പം എല്ലാ മാസവും നല്ല വയറുവേദന ഉണ്ട്. അപ്പൊ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നു കുറച്ചു നാളായിട്ട്. എന്തിനാ? ഈ പീരിയഡ്സ് ആവുമ്പോ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദന ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. വയറുവേദനയുടെ കാരണം കണ്ടുപിടിച്ചോ? അത് ലക്ഷ്മിയില് പോയപ്പം കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എങ്ങനെ പറഞ്ഞു? എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ പറയാൻ പറ്റും കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്? അതെങ്ങനെ പറയാൻ പറ്റും? നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണം. ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ഇപ്പോഴും വയറുവേദന ഉണ്ട്. അപ്പൊ അത് ഒരു രോഗലക്ഷണമാകാം കേട്ടോ. അങ്ങനെ സിവിയർ ആയിട്ട് വയറുവേദന വരുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു രോഗലക്ഷണമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ അത് വന്ധ്യതയ്ക്ക് ഒരു കാരണവുമാണ്. ഓക്കെ, അപ്പൊ അത് ശരിക്കും അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാണ്. ശരിക്കും വന്ധ്യത ചികിത്സ ചെയ്യുന്ന ഒരു ആശുപത്രിയിലോ ഒരു ഡോക്ടറെയോ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കുള്ള ട്രീറ്റ്മെന്റ് കിട്ടുള്ളൂ. അതെ, ഇതിനെ കണ്ടുപിടിക്കാനും അവർക്കേ പറ്റുള്ളൂ. കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആ രോഗത്തിനായാലും ഉണ്ട്. അല്ലാതെ ഓരോ പ്രാവശ്യവും വേദന വരുമ്പോൾ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത് പോയാൽ അത് ദേഹത്തിന് ദോഷം ഉണ്ടാക്കും. പിന്നെ ഈ കാരണം കണ്ടുപിടിക്കല് കുട്ടികളുണ്ടാവാനും പ്രയാസമാവും. അപ്പോൾ ഇതെല്ലാത്തിനും ആദ്യം പോയിട്ട് നല്ല ഒരു വന്ധ്യതാ ചികിത്സ ചെയ്യുന്ന സെൻറ്റർ, അറിയപ്പെടുന്ന നല്ലൊരു സെൻറ്ററിൽ പോയിട്ട് ആദ്യം കാര്യം കണ്ടുപിടിക്കുക, എന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക കേട്ടോ. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അവർ പറഞ്ഞുതരും. കുഴപ്പമില്ലെങ്കിൽ പിന്നെ അതിന്റെ ഒരു നിസ്സാര ട്രീറ്റ്മെന്റേ ഉള്ളൂ, അത് അവർ ചെയ്തോളൂ. കുഴപ്പമില്ലെന്ന് അറിയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. ശരി, അതാ ഇപ്പൊ ഞാനിത് ഇത്രയും പറഞ്ഞു തന്നതേ. ഓക്കെ റോഷ്നി, വിളിച്ചതിൽ നന്ദി. ഇത് എല്ലാവർക്കുമുള്ള പ്രശ്നം, ഒന്നിനെ കുറിച്ചും ഒരു ഇതില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതുവരെ നമ്മളെ നാട്ടിലേക്ക് പ്രിസിഷൻ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടില്ല, ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റ്. അത് കൂടുതലും എനിക്ക് തോന്നുന്നു ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് മരുന്നുകൾ മാത്രം എഴുതിയുള്ള ഈ പ്രാക്ടീസിങ് കൂടുന്ന കൊണ്ടാണെന്ന് തോന്നുന്നു. കുറേ പേഷ്യൻസ് ഇങ്ങനെ വന്നു പോവും, ഇന്ന മരുന്ന് എന്ന് പറഞ്ഞ് എഴുതിവിടും. ആ തിരക്കിൻ്റെ ഇടയിൽ അവർക്ക് തോന്നുന്ന മരുന്നുകൾ അതിൽ വന്നിട്ട് കൂടുതൽ അവർക്ക് സമയമില്ല തൻ്റെ ഈ സയൻസിനെ കുറിച്ച് കൂടുതൽ എന്താണെന്നുള്ളത് ഒന്ന് പഠിച്ചറിയാനോ അപ്ഡേറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ കാണിക്കണം. എത്ര പ്രായത്തിലും നമുക്കത് കാണിക്കാം, എന്നാലേ പേഷ്യൻ്റ് ഗുണം ചെയ്യൂ. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മനോരഥത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? എന്റെ പേര് സുധ. ഡോക്ടറിനോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ സുധ, എന്താ പ്രശ്നം? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. 2 വർഷം. എനിക്ക് പൈൽസിന്റെ ചെറിയ പ്രോബ്ലം കാരണം. എന്തോ? എനിക്ക് പൈൽസിന്റെ ചെറിയ പ്രോബ്ലം ഉള്ള ഹസ്ബൻഡിന്. ആയിക്കോട്ടെ. അതിന് ചികിത്സ വല്ലതും ചെയ്തിരുന്നോ? പൈൽസിന്റെ പ്രോബ്ലം ചികിത്സ ചെയ്തിരുന്നോ? ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് വലിയ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. അതാണോ ഇപ്പോഴത്തെ പ്രയാസം? ഞങ്ങൾ തമ്മിലുള്ള ബന്ധപ്പെടുവാണ് സമയത്ത് ഹസ്ബൻഡിന് അതിന് കഴിയാത്തതിന്റെ കുറച്ച് വിഷമങ്ങളുണ്ട്. എന്തെന്ന് ചെയ്യുന്നത്? ഹസ്ബൻഡിന് ഉദാഹരണ ശേഷി കുറവറ്റോ ഉണ്ടോ? ഇല്ല. എറക്ഷൻ പ്രശ്നം ഉണ്ടോന്ന്? ആള് ഹെൽത്തിയാണ്. പക്ഷെ ഈ ബന്ധപ്പെടുന്ന സമയത്ത് എന്താ കഴിയാണ്ട് വരിക? പുള്ളിയുടെ പ്രശ്നം കൊണ്ടാണോ അതോ? എന്തിനാണ് പ്രശ്നം? ലൈംഗിക ശ്വാസങ്ങളൊന്നും കുറച്ച് പ്രോബ്ലങ്ങളുണ്ട്. അത് ഒഴിവാക്കാമല്ലോ. അത് ഒഴിവാക്കാമോ? ഈ ചികിത്സ ചെയ്താൽ അത് ഒഴിവായി കിട്ടുമല്ലോ പ്രശ്നങ്ങളൊക്കെ. പൈൽസിന്റെ ചികിത്സ ചെയ്തോളൂ.
അത് ചെയ്തിട്ട് അങ്ങനത്തെ ചികിത്സയല്ല, എടുത്ത് മാറ്റം ചെയ്യണം. ആ തരത്തിലുള്ള പൈൽസ് ആണെങ്കിൽ അത് ചെയ്തോ. അങ്ങനെയാണ്. ആ പൈൽസ് മാറ്റം ചെയ്താൽ മതി, ആ പ്രശ്നം മാറും. അതെയോ? ആ ഡോക്ടർ അത് സർജനെ കാണേണ്ടത് കേട്ടോ. ഒരു സർജനെ കണ്ടിട്ട് പൈൽസിന്റെ പ്രശ്നം കാണിക്ക്. പുള്ളി അത് ശരിക്കും സ്കോപ്പൊക്കെ വെച്ച് നോക്കിയിട്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് എന്ത് തരം ചികിത്സ വേണമെന്ന് അവർ തീരുമാനിക്കും. അതിൽ പലതരം ചികിത്സയുണ്ട്. ഓ ആ ആ അപ്പം പുള്ളിയോട് ഒരു യൂറോളജിസ്റ്റിനെയും കാണാൻ പറയുക. യൂറോളജിസ്റ്റ് വിദഗ്ധരുണ്ട്. ഇത് പ്രത്യേകമായിട്ട് ആണുങ്ങളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നവർ. അതിലൊരു യൂറോളജിസ്റ്റ് സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറയേ. അതെല്ലാം അവർ വേണ്ട രീതിയിൽ ചെയ്തിട്ട് എന്ത് പ്രശ്നം നോക്കി ശരിയായിക്കോളൂ കേട്ടോ. എന്നിട്ട് അത് രണ്ടുപേരുടെയും എല്ലാ പരിശോധനയും ചെയ്ത് നോക്കിയിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ കാര്യം. അതെ, കുഴപ്പമുണ്ടോ എന്നുള്ളത് പരിശോധനകളിലൂടെ മാത്രം നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം നല്ല ഒരു വന്ധ്യതാ ചികിത്സാ സെൻറ്ററിലേക്ക് ചെല്ലുക. അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് രണ്ടുപേരും പരിശോധന ചെയ്തിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ശരിയായിക്കോളും കേട്ടോ. ശരി ശരി സുധ, നന്ദി. പറയാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് ഒരു ഇതില്ല. പക്ഷെ പൈൽസ് എനിക്ക് തോന്നുന്നു ഈ ഇവർക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്തോ പ്രശ്നങ്ങളുണ്ട്. അപ്പം ചിലപ്പോൾ പറയാനുള്ള, അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബ്ലീഡിങ്ങോ മറ്റോ ഉണ്ടാവുന്നുണ്ടായിരിക്കും. സോ അതൊരു പോയിന്റാണ്. ഇപ്പം ആ ഏരിയയിൽ നമുക്കിനിയിപ്പോൾ എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും എന്ത് തരം ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ബന്ധപ്പെടുന്നത് കോണ്ടാക്റ്റിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു വേദന പ്രശ്നം അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഒരിക്കലും നമുക്ക് ആ ഒരു പ്രക്രിയയിലേക്ക് പോകാൻ പറ്റാത്തത് വരുമ്പോൾ പിന്നെ ഇവർ തമ്മിൽ ആ ഒരു കുട്ടികളില്ലാത്ത വന്ധ്യതയും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ അതെന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു അടുത്തത് ഇതുവരെ അവര് ഈ ആരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഇങ്ങനെ മാത്രം ഇതേ ഉള്ളൂ. ഈ ഫോണിൽ കൂടെ നമ്മളോട് ചോദിക്കുന്നത് മാത്രമേ അവർക്ക് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളത് വേണോ വേണ്ടേ എന്നുള്ള ചിന്തയിലാണ്. ധൈര്യമായിട്ട് പോയിട്ട് ഒരു നല്ല ഒരു വന്ധ്യതാ ചികിത്സ ചെയ്യുന്നവർ അവർക്കാകുമ്പോൾ റുട്ടീൻ മെത്തേഡ് അനുസരിച്ച് ചെയ്യും. വന്ധ്യതയാണല്ലോ പ്രശ്നം. അപ്പോൾ വന്ധ്യതാ ചികിത്സ ചെയ്യുന്ന ആളുകളുണ്ട്. പോയി കാണുക. ഇത് ഭാര്യയും ഭർത്താവും കൂടെ പോയി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇതും കൂടെ പോയി ഒരുമിച്ച് ചെയ്ത് കണ്ട് ശരിയാക്കി എന്നോ നേരെയാക്കാനുള്ളൊരു കാര്യം. പൈൽസ് ഒരു നിസ്സാര കാരണം ഒരു സർജനെ കാണിച്ചിരുന്നെങ്കിൽ എന്നോ ഇവർക്ക് കറക്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഹോസ്പിറ്റലിലേക്കേ പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു വല്ല ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് ഗുളികകളോ ഉള്ളിൽ വെക്കാനുള്ള അത് മാത്രം വെച്ചതായിരിക്കും പ്രശ്നമായത്. ഇപ്പോൾ വന്ന കോൾ പോലെ ഒരുപാട് രോഗങ്ങളുണ്ട്. പൈൽസ്, നിരവധി രോഗങ്ങൾ. അത് എല്ലാവരും സ്ത്രീകൾ മറച്ചു വെക്കുകയാണ് സാധാരണ ചെയ്യാറ്. അങ്ങനെ ചെയ്യാതെ ഒരു നല്ല ഡോക്ടറിനെ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിന് വേണ്ടുന്ന ഒരു പ്രതിവിധി നേടി മുന്നോട്ട് പോവുക. ഇതുപോലെ പുതിയൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. സ്ത്രീകൾ അറിയാം.